ഞാനും എന്റെ കുഞ്ഞും മരിക്കുക വേണ്ടേ? ഞാനും എന്റെ കുഞ്ഞും മരിച്ചിട്ട് അവരുടെ മുന്നിൽ വെള്ള പുതപ്പിച്ച് കൊണ്ടുവച്ചു കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും. മനസ്സിലായോ? മറ്റേ പിന്നെ സുധിച്ചേണ്ട ഭാര്യ പറഞ്ഞോലെ ഇനിയിപ്പോ നിങ്ങൾ എന്നെ എത്ര തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല എന്ന് പറയും. പറഞ്ഞ പോലെ ഇനി നിങ്ങൾ എന്ത് നോക്കിയാലും ഞാൻ തളരില്ല. പക്ഷെ നിങ്ങൾ എന്നെ വല്ലാതെ അപ്പൊ നമ്മുടെ തനുജയെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? ജിനു ഗോപി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റിന്റെ ഭാര്യയായിരുന്നു തനുജ. ഇവർക്ക് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഈ ജിനു എന്ന് പറയുന്നവൻ തന്റെ ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഭാര്യക്കൊപ്പം ഇറങ്ങി പോകുന്നു. ആ ഇറങ്ങി പോകുന്ന വീഡിയോ തനുജ എടുത്ത് യൂട്യൂബിൽ ഇടുന്നു. തനുജയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടാൻ തുടങ്ങുന്നു. അത് മനസ്സിലാക്കി തനുജ എന്താക്കി ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങാനുള്ള കാരണമായിട്ട് തനുജ പറഞ്ഞെന്താണ്, എന്റെ മകളെ വീട്ടിലാക്കി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നൊക്കെയാണ്. നല്ല കാര്യം. എന്തായാലും അതിനുശേഷം അവർ മകളുമൊത്ത് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇവരുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. മകളായിട്ട് ഒന്ന് ലൈവിൽ വരും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, പോകും. ഇതന്നെ കണ്ടന്റ്. അതെന്തോ ആയിക്കോട്ടെ, അത് കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലേ. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പതിയെ ഇവരുടെ മട്ടും ഭാഗം മെല്ലെ മാറാൻ തുടങ്ങി. ഇവർക്കെതിരെ ആരെങ്കിലും ചെറിയ രീതിയിൽ പോലും നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ലൈവിൽ വന്ന് അവരെ ചീത്ത വിളിക്കാനും കരയാനും തുടങ്ങും. ഇതന്നെ അങ്ങോട്ട് ഒരു പതിവായിട്ട് മാറി. എന്നെ കുറിച്ച് ആരൊന്നും പറയാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരിക്ക്. അതിനുശേഷം കുറച്ചു കാലമായിട്ട് ഷെഫീന ബിയുമായിട്ട് ഉടക്കായിരുന്നു. ഷെഫീന ബിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇങ്ങനത്തെ ടീമായിട്ട് എപ്പോഴും ഉടക്കം തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള ടീംസിനൊക്കെ കണ്ടുപിടിച്ച് അവരുമായിട്ട് വഴക്കിടാനുള്ള ഷെഫീനന്റെ കഴിവിനാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. എന്തോ ആയിക്കോട്ടെ. എന്തായാലും കുറച്ചു കാലം ഷെഫീനയുമായിട്ടുള്ള അടിപിടിക്ക് ശേഷം പിന്നെന്തോ സനു, സമീറ, വൈഗ എന്ന് പറയുന്ന 3 സ്ത്രീകളുമായിട്ടാണ് അടുത്ത വഴക്ക്. അവരെ കാര്യം പറയുകയാണെങ്കിൽ മുട്ടൻ കോമഡിയാണ്. മുമ്പ് തനുജന്റെ കമന്റ് ബോക്സിൽ തനുജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ട സ്ത്രീകളായിരുന്നു ഇവര്. അങ്ങനെ ഒരു ദിവസം ഇവരെന്തോ കമന്റ് ബോക്സിൽ പറഞ്ഞത് തനുജക്ക് അങ്ങോട്ട് തീരെ പിടിച്ചില്ല. ഇവരെ ചീത്ത വിളിച്ചുകൊണ്ട് തനുജ അടുത്ത ദിവസം ലൈവായിട്ട് വന്നു. ഇവര് വെറുതെ ഇരുന്നില്ല. ഇവര് 3 പേരും സെപ്പറേറ്റ് 3 യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നിട്ട് അതിൽ കുത്തിരുന്ന് തനുജയെ കുറ്റം പറയാൻ തുടങ്ങി. ഒരു ഭാഗത്തുനിന്ന് തനുജ വരെ കുറ്റം പറയും, മറുഭാഗത്തും ഇവർ 3 ആളും കൂടി തനുജക്ക് മറുപടി കൊടുക്കും. ഇതന്നെ പരിപാടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക 2 മാസം മുന്നേ ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് തനുജ ഉറക്കഗുളിക എടുത്ത് കഴിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. പിന്നെ ഉറക്കഗുളിക എടുത്ത് കഴിച്ചാണെങ്കിൽ തട്ടിപ്പോകാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് പുള്ളിക്കാരി രക്ഷപ്പെട്ടു എന്ന് മാത്രം. എന്തായാലും അതിനെല്ലാം ശേഷം വീണ്ടും അടുത്ത അപരാധവുമായി തനുജ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. അല്ല നായ്ക്കൾ കുറയ്ക്കിട്ടാ നോക്കണേ. ഈ സ്ത്രീക്ക് എന്താ വേണ്ടെന്നറിയോ? ഞാനും എന്റെ കുഞ്ഞും മരിക്കുക വേണ്ടേ? ഞാനും എന്റെ കുഞ്ഞും മരിച്ചിട്ട് അവരുടെ മുന്നിൽ വെള്ള പുതപ്പിച്ച് കൊണ്ടുവച്ചു കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അല്ലതല്ല, നിങ്ങൾക്ക് തന്നെയാണ് പരിപാടി. തനുജയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ തനുജ ഒന്ന് പറഞ്ഞ ഡയലോഗ് ഇതാണ്, എന്റെയും മകളുടെയും ജീവിതം നശിപ്പിക്കുന്ന, എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ വീഡിയോ ചെയ്യാൻ തുടങ്ങും. ഇത് മറ്റേ ഷാജിന്റെ വേറൊരു കോപ്പിയാണെന്ന് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തുടങ്ങും, എന്റെയും എന്നെ കുഞ്ഞിനെയും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വരാൻ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് തന്നെയാണ് പരിപാടി. ഇതൊന്നും അവസാനിച്ചില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. സ്ത്രീയെ, നിങ്ങൾക്ക് ബിസിനസ് പോകുന്നില്ലെങ്കിലും നിങ്ങളുടെ ചാനൽ വളരുന്നില്ലെങ്കിലും എന്റെ നെഞ്ചത്തോട്ടിട്ട് കയറണ്ട സ്ത്രീയെ. മനസ്സിലായില്ലേ? നിങ്ങളെ കുറിച്ച് ഒരു ഇതൊന്നും ഞാൻ ഒരാളോടും പറയാൻ പോയിട്ടില്ല. ഇന്ന് ഞാൻ ശരി, ഇത് മറ്റേ സനു, സമീറ, വൈഗ ടീമിനോടാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അവരോടാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ചാനൽ തുടങ്ങിയേക്കുന്നത് തന്നെ തനുജ ചേച്ചിയെ 2 പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ അവരോട് നിങ്ങളുടെ ചാനൽ വളരുന്നില്ല എങ്കിൽ എന്റെ മെക്കെട്ട് കയറണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അതിന് വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയേക്കുന്നത് തന്നെ. എല്ലാം കണക്ക് തന്നെ, തനുജും കണക്ക് തന്നെ, ആ 3 സ്ത്രീകളും കണക്ക് തന്നെ. എന്തൊക്കെ കാണണം റബ്ബേ, ബാക്കി കണ്ടോക്കാം. പിന്നെ സുധിച്ചേണ്ട ഭാര്യ പറഞ്ഞോലെ ഇനിയിപ്പോ നിങ്ങൾ എന്നെ എത്ര തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല എന്ന് പറയും. പറഞ്ഞ പോലെ ഇനി നിങ്ങൾ എന്ത് നോക്കിയാലും ഞാൻ തളരില്ല. അല്ല, അത് നിങ്ങൾ തളരില്ല എന്നറിയാം. കാരണം ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞതാണ് ഈ തളർച്ചയൊക്കെ. താങ്കൾക്ക് അതില്ലാത്തതുകൊണ്ടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആശാത്തിന്റെ കമ്പാരിസൺ കൊള്ളാം. രേണുസുദീനൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. രേണുസുദി എവിടെ കിടക്കുന്നത്, തനുജ എവിടെ കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് കുടുംബം പോറ്റാൻ വേണ്ടി രേണുസുദി എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നെങ്കിലും വെക്കാം. അതിന് പകരം ഇവിടെ തനുജ എന്താ ചെയ്യുന്നത്? എന്നും ലൈവിൽ വരാൻ കമന്റ് ബോക്സിൽ നെഗറ്റീവ് പറയുന്നവരെയും തനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരെയും 4 ചീത്ത വിളിക്കാൻ പോവാ. ഇതന്നെ പരിപാടി. എന്നിട്ട് ലാസ്റ്റ് പറയാം, രേണുവിനെ പോലെ എന്നെ ആർക്കും തളർത്താൻ പറ്റില്ല എന്നൊക്കെ. ഇതൊരുമാതിരി ആനേനും അണ്ണാനും വെച്ച് കമ്പയർ ചെയ്ത പോലെ ആയിപ്പോയി. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നിങ്ങൾ എന്ത് നോക്കിയാലും ഞാൻ തളരില്ല. പക്ഷെ നിങ്ങൾ എന്നെ വല്ലാതെ അതെ, നിങ്ങൾ എന്ത് നോക്കിയാലും എന്നെ തളരില്ല. പക്ഷെ നിങ്ങൾ എന്നെ വല്ലാതെ തളർത്താൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തളർന്നു വരും അല്ലേ? എന്തോന്നടേ ഇതൊക്കെ. ബാക്കി കണ്ടോക്കാം. നിങ്ങൾക്ക് കൂട്ടവും കുടുംബക്കാരും എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര കൊമ്പത്തുള്ള ആളാ. എനിക്ക് ജീവിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ ഇനിയും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാനങ്ങ് തീരും. അങ്ങനെ പറ. ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു ഈ ഡയലോഗ് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പൊ സമാധാനമായി. അല്ല, തനുജന്റെ ഒരു എപ്പിക് ഡയലോഗ് ആണല്ലോ ഇത്. ഞാനും എന്റെ കുഞ്ഞും കൂടി ജീവൻ എടുക്കും, ഞാൻ എന്റെ കുഞ്ഞും കൂടി പോയി ചാവും എന്നൊക്കെ ഉള്ളത്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ ഡയലോഗും വെച്ചിട്ടാണല്ലോ ഈ ഫീൽഡിൽ തനുജ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഡയലോഗ് കേൾക്കാത്തത് കൊണ്ട് ഒരു വിമിഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ സമാധാനമായി. അല്ല, എന്തായാലും ഒന്ന് ഡയലോഗ് മാറ്റി പിടിക്കാനായി കേട്ടോ. അല്ല, കേട്ട് മടുത്തേ, അതുകൊണ്ടാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷം തനുജ ഇടയ്ക്ക് എന്തോ ടെക്സ്റ്റൈൽ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതോ
ഏതോ കടയിൽ ചെന്ന് അവിടുത്തെ സാരിന്റെയും ചുരിദാറിന്റെ ഒക്കെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അതുവഴി വിൽപ്പന നടത്തിയിട്ട് കമ്മീഷൻ എടുക്കുന്ന ഒരു പരിപാടി. പക്ഷെ ഇപ്പൊ അത് തനുജ ചെയ്യില്ലെന്ന് തോന്നുന്നു. വലിയ ലാഭമൊന്നും കിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. എന്തായാലും തനുജ ഇത് ചെയ്തിരുന്ന കാലത്ത് തനുജയിൽ നിന്നും ഒരു സാരി ഒരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോ ഈ പരിപാടി ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് തനുജയെ ഒരു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വോയിസ് ക്ലിപ്പ് തനുജ കേൾപ്പിക്കുന്നുണ്ട്. എന്റെ അമ്മോ ഒന്ന് കേട്ടു നോക്കാം. മനസ്സിലായി നിങ്ങളൊക്കെ ഇതിനാണ് എല്ലാരും കൂടെ കളിക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. എന്താണ് വോളിയം കൂട്ടി വെക്കണ്ടേ? മനുഷ്യൻ കാര്യമായിട്ടൊരു കാര്യം എടുക്കുമ്പോഴാണ് അവളൊരു മാഞ്ഞാളെ കളി അല്ലേ? ചേച്ചി നല്ല കലിപ്പിലാണ് കേട്ടോ. ബാക്കി കേട്ടോ വെക്കാം. ഹലോ കൊറേ നാളായി വിളിച്ചിട്ട് ഇപ്പൊ ഒന്ന് വിളിക്കണം തോന്നി. ഇപ്പൊ സാരിയുടെ ബിസിനസ് ഒന്നും ഇല്ലേ? ഞാനൊരു സാരി മുൻപ് വാങ്ങിയിരുന്നു. സാരിയോ? എന്താണ് ഇവര് മുഖം കൊണ്ട് കാണിക്കുന്നത്? ഒരുമാതിരി ഗോസ്റ്റ് കാണിക്കാണില്ലേ? അതിന് മാത്രമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പഴയ പോലെ സാരിയുടെ കച്ചവടം ഇപ്പൊ നടത്തുന്നില്ല എന്ന് ചോദിച്ച് ഇല്ലെങ്കിൽ ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് മുഖം കൊണ്ട് ഇങ്ങനെ ഗോസ്റ്റ് കാണിക്കുന്നത്? ബാക്കി കണ്ടു നോക്കാം. സാരിന്റെ നടത്തിയില്ലല്ലോ. ഞാൻ അവരുടെ ചുരിദാറിന്റെ വീഡിയോ ചെയ്തവരെ എനിക്ക് ഞാൻ സെറ്റ് സാരി മേടിച്ചിരുന്നു. ഓണത്തിന്റെ. ഇപ്പൊ അതൊന്നും ഇല്ലേ? ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല. ശരി, ആ സ്ത്രീയുടെ മാന്യതയൊക്കെ എന്താ കുഴപ്പം? ആ സ്ത്രീ താങ്കളെ വിളിച്ച് തെറിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാരി ഉണ്ടോന്ന് ചോദിച്ചു, ഇല്ലെങ്കിൽ ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ പോരെ. അവസാനം തനുജ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്റെ വീഡിയോസ് ഒന്നും കാണാറില്ലെന്ന്. അവരില്ലാന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും മാന്യമായ സ്ത്രീ എന്ന് പറഞ്ഞ് കളിയാക്കിയതില്ല. എന്തായാലും കൊള്ളാം. ബാക്കി കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും കാണുന്നില്ല. ഡ്രസ്സിന്റെ അല്ലാതെ എന്റെ വീഡിയോസ് കാണുന്നില്ല. വലിയ വീഡിയോസ് കാണുന്നില്ല, ചെറുത് കാണുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റൂല ഞാനത് ചെയ്യുന്നില്ല. ഞാനത് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ മോശമായിട്ട് ചോദിച്ചതല്ല, ചെയ്യുന്നില്ല. എനിക്കൊരു സാരി മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു. അതെന്ത് വിറ്റത്? ചേച്ചി എനിക്കിതേ കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ എന്നെ വെറുതെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ആരും കൊണ്ടുപോകും. ഞാൻ എന്റെ കുഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ ലൈവോ എന്റെ വീഡിയോ ആണ് പറയാൻ പറ്റും. എനിക്ക് ഇവിടെ പറഞ്ഞിട്ട് ഈ റെക്കോർഡ് ചെയ്ത് മറ്റു അവിടെ കൊടുക്കാൻ ഞാൻ പറയാൻ താല്പര്യം. എന്തോന്നടേ ഇത്? സാരി ഉണ്ടോന്ന് ചോദിച്ചതിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. സംഭവം തനുജ വിചാരിച്ച എന്താണെന്ന് അറിയോ? തനുജക്ക് അപ്പുറത്ത് 2-3 ശത്രുക്കൾ ഉണ്ടല്ലോ. അവര് പറഞ്ഞു വിട്ട ചാരിറ്റിയാണ് ഈ ഫോൺ വിളിക്കുന്ന സ്ത്രീ എന്നാണ്. ആ ഒരു മുൻവിധിയോട് കൂടിയാണ് ഈ കസ്റ്റമറിനോട് തനുജ ത്രൂ ഔട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എന്ത് ചോദിക്കുമ്പോഴും വളരെ മോശമായ രീതിയിൽ തനുജ തിരിച്ച് മറുപടി പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, വിളിക്കുന്ന ആള് ചാരനോ ചാരത്തിയോ ആരോ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് അവരോട് മാന്യതയോടുകൂടി സംസാരിക്കാന്നുള്ളൊരു ഫോർമാലിറ്റി എങ്കിലും തനുജ കാണിക്കണ്ടേ? ഒന്നും വേണ്ട. ഇനിയിപ്പോ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ സാർ ഇപ്പൊ വിളിക്കുന്നില്ല, താങ്കൾ പിന്നെ വിളിക്കും, ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചാൽ പോരെ. എന്തിനാണ് അവരോട് ഇങ്ങനെ ചാടിക്കയറുന്നത്? എന്ത് പറയാനാണ് ഇതിനൊക്കെ? ബാക്കി കേട്ടോക്കാം. ഹലോ എന്നെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ സോറി. വേണ്ട. ഞാനൊരു നമ്മള് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ എന്റെ വീഡിയോ കാണാൻ എന്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ എന്താ പറയാ, വീണ്ടും വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നടക്കത്തില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാൻ ഇങ്ങനെ ഇതിന് മുന്നേ ഞാൻ താങ്കളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കട്ടാക്കിയോ? അല്ല, കട്ടാക്കിയിട്ടൊന്നുമില്ല. ആയിക്കോട്ടെ. എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ആരെയും വിശ്വാസമില്ല. എല്ലാവരും മനസ്സിലായി. മേലേക്ക് വന്ന് എനിക്ക് തന്നെ മുഖത്ത് പണി തന്നിട്ട് പോയത്. അതുകൊണ്ട് എനിക്ക് ആരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. പോട്ടെ. ഞാൻ എന്തായാലും തനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതെങ്കിലും ഒന്ന് വിശ്വസിക്കും. അതെ, ഞാൻ തനുജനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇനിയെങ്കിലും ഒന്ന് തനുജ വിശ്വസിക്കും. അല്ല, ഈ ഫോൺ വിളിച്ച വ്യക്തി ഞാൻ തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നുമുണ്ട്. പക്ഷെ തനുജ എന്റെ വീഡിയോസ് കാണാറുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ലാന്നും തിരിച്ച് പറയുന്നുണ്ട്. അതിലെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലേ. എന്തായാലും വിളിച്ചവളും കണക്ക്, മറുപടി പറഞ്ഞവളും കണക്ക് തന്നെ. ബാക്കിയോട് കേട്ടോ. ഞാനറിയോ, ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ മോക്ക് സ്നേഹം തരാൻ പറഞ്ഞ വീട്ടിൽ കയറി വന്ന് താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന ലേഡി ഉണ്ട്. അപ്പൊ അവളുടെ എനിക്ക് പേടിയാണ്. അതെനിക്ക് അറിയാലോ. അപ്പൊ അറിയെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഡ്രസ്സിന്റെ ഇപ്പൊ ഷഫീനല്ലേ? ഷഫീനൊന്നുമല്ല. മറ്റേ സുനിതയോ അവരുമായിട്ടാണോ? എനിക്ക് ആരെയും കുറിച്ച് പറയാൻ. അത് ശരി, സപ്പോർട്ട് ചെയ്യാനൊന്നും പറഞ്ഞ് ഏതൊരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് താമസിച്ചു എന്ന് കരുതി എല്ലാരും അങ്ങനെയാണോ തനുജ? എല്ലാരും ആ കണ്ണിൽ കാണാൻ നിൽക്കണ തനുജ? ഇതാണ് തനുജന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. തനിക്ക് ചുറ്റുള്ള ആളുകളെല്ലാം, തന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെല്ലാം തനി ശത്രുക്കളാണെന്നുള്ളതാണ് തനുജ വിചാരിച്ചു വെച്ചേക്കുന്നത്. ആ ഒരു മുൻവിധിയോട് കൂടിയാണ് തനുജ എല്ലാവരോടും പെരുമാറുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ശത്രുക്കളായിരിക്കും തനുജ. ഒരാൾ തനുജയോട് മോശമായി പെരുമാറുന്ന കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ആ ഒരു മുൻവിധിയോട് കൂടി തന്നെയാണ് തനുജ ഈ കസ്റ്റമറോട് സംസാരിക്കുന്നത്. ഈ മുൻവിധി മാറാത്തിടത്തോളം കാലം തനുജ നന്നാവില്ല. എന്തായാലും കൊള്ളാം. ഇവരെല്ലാരും കൂടി ഇപ്പൊ വന്ന് യൂട്യൂബിൽ ചന്ത മാർക്കറ്റ് ആക്കി മാറ്റും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുള്ളൂ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.